നമസ്കാരം. വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. ആദർശ്, PC ജോർജ് വളരെ ജനസമ്മതിയുള്ള ഒരു നേതാവായിരുന്നു. പക്ഷെ നാക്കുകൊണ്ട് അയാളെ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എപ്പോഴും ഏറെക്കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഏറ്റവും അടുത്തായിട്ട് ചാനൽ ചർച്ചയിൽ നടത്തിയ മതവിദ്വേഷ പ്രസംഗം അതാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത്. എന്താണ് PC ജോർജിന്റെ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? കേരള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് PC ജോർജിനെ പറയാം. കാരണം അദ്ദേഹം പല കാലഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും വിദ്വേഷം ആഴത്തിൽ സമൂഹത്തിൽ ജനിപ്പിക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, കേരളം എത്തരത്തിലുള്ളൊരു സംസ്ഥാനമാണ്, ഇന്ത്യ തന്നെ എത്തരത്തിലുള്ളൊരു രാജ്യമാണ്. മതേതര സ്വഭാവമുള്ള എല്ലാ മത വിഭാഗ ജനങ്ങളും എല്ലാ സംസ്കാരങ്ങളും ഒന്നായി ചേർത്ത് ഇടപഴകുന്ന ഒരു മാലയിലെ മുത്തുമണികളെ പോലെ എല്ലാ മതവിഭാഗക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഇടമാണല്ലോ കേരളം. അത്തരത്തിലുള്ളൊരു മതേതര സ്വഭാവമുള്ള അല്ലെങ്കിൽ മതേതര പശ്ചാത്തലമുള്ളൊരു കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേദന സൃഷ്ടിക്കുന്നത് പോലെയുള്ളൊരു പ്രസ്താവന ആരിൽ നിന്നുണ്ടായാലും അത് പൊറുക്കാനാകാത്ത തെറ്റു തന്നെയാണ്. അത്തരത്തിലുള്ളൊരു പ്രസംഗമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാമർശമാണ് PC ജോർജിൽ നിന്ന് ഉണ്ടായത്. കേരളം പോലൊരു മതേതര സ്വഭാവമുള്ള മണ്ണിന് തികഞ്ഞ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അഭിപ്രായ പ്രകടനമാണ് ജോർജ് അന്ന് നടത്തിയത്. ആ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന് മുമ്പും അദ്ദേഹം സമാനമായ രീതിയിൽ പലതരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം നമുക്കറിയാം കാലങ്ങളോളം കേരള കോൺഗ്രസ് പാർട്ടിയിൽ കാലങ്ങളോളം നിലനിന്നിരുന്ന ഒരാളാണ്. കേരള കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് വന്ന അദ്ദേഹം കേരള കോൺഗ്രസ് നിലനിൽക്കുന്ന കാലത്തും തൻ്റെ എതിരാളികൾക്കെതിരെ എന്തും പറയുവാൻ മടിക്കാത്ത ഒരാളായിരുന്നു. ആരെയും എന്തും വിളിക്കാൻ, അസഭ്യം പറയുന്ന, തെറി വിളിക്കുന്ന അത്തരത്തിൽ ഉള്ളൊരു സ്വഭാവക്കാരനാണ്. സ്വീകാര്യത ലഭിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം അനീതി കാണുമ്പോൾ ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ പ്രതികരിക്കുന്ന ആളാണ് PC ജോർജ് എന്നുള്ള ഒരു പൊതുവെ ഒരു പറയപ്പെടല് ജോർജുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം BJP-യിലേക്ക് വരുമ്പോൾ നമുക്കറിയില്ല, പൊതുവെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തോട് അനുകൂലം ഉള്ള ഒരുപാട് ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ എല്ലാ കാലത്തും സംഘപരിവാർ രാഷ്ട്രീയത്തെ, BJP-യുടെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പരിഹാസത്തിൻ്റെ രീതിയിലും പുച്ഛത്തിൻ്റെ രീതിയിലൊക്കെ നോക്കിക്കാണുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് BJP-ക്ക് ഇപ്പോഴൊക്കെയാണ് തൃശ്ശൂർ വിജയിച്ചതും അതിനപ്പുറത്തേക്ക് BJP-ക്ക് വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തത്. BJP-യുടെ നേതാക്കന്മാരെയും BJP-യുടെ അഭിപ്രായങ്ങളെയും പരിഹാസത്തോടെയും പുച്ഛത്തോടെയും കാണുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും ജോർജ് BJP-യുടെ പാളയത്തിലേക്ക് വരുമ്പോൾ അതേ അതിക്രമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളാകട്ടെ പുറത്താകട്ടെ ജോർജ് നേരിടുന്നു. ജോർജ് ആണെങ്കിലോ താൻ അതിനു മുമ്പ് വരെ രാഷ്ട്രീയ എതിരാളികളോട് അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്ത ആളുകളോട്, തൻ്റെ പ്രതിയോഗികളോടൊക്കെ ഏത് തരത്തിലാണോ പെരുമാറില്ല അതിനേക്കാൾ മോശമായ രീതി വിദ്വേഷ പ്രചാരണത്തിന് കൂടി അദ്ദേഹം ചുക്കാൻ പിടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം, നമുക്കറിയാം ജോർജ് ന്യൂനപക്ഷ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോഴും BJP-യിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഭൂരിപക്ഷ ഒരു പ്രീണനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മറ്റ് മതവിഭാഗങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് അതൊരിക്കലും പ്രോത്സാഹിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ പല ഘട്ടങ്ങളിൽ ഇവിടെ സർക്കാർ ഈ വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുത്തിട്ട് നാളുകൾ കുറേയാകുന്നു. എന്നാൽ ഈ സർക്കാർ ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. കാരണം PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു താരപരിവേഷം ലഭിക്കും. പ്രത്യേകിച്ച് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം വളരെ കുറവാണല്ലോ. അത്തരത്തിലൊരു സമയത്ത് ജോർജിനെതിരെ വലിയ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ ജോർജിനുള്ളിൽ ഇപ്പം അൻവറിനെ അറസ്റ്റ് ചെയ്തത് സർക്കാരിനെതിരായ വലിയൊരു വികാരം ആളുകളിലേക്ക് കത്തിക്കുന്നതിന് കാരണമായിരുന്നു. ഒരു ഗുണ്ടയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് മുൻ MLA അറസ്റ്റ് ചെയ്തത്. അൻവർ സർക്കാരിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നുള്ള പ്രതീതി സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ അൻവറിന് സാധിച്ചു. മാത്രമല്ല വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അൻവറിന് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ആയതുപോലും ഈ ആഭ്യന്തര വകുപ്പ് പലപ്പോഴും CPM-നാവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ വലിയ കളങ്കം സൃഷ്ടിക്കുന്ന വകുപ്പ് തന്നെയാണ്. നമുക്കറിയാം ആഭ്യന്തര വകുപ്പിൻ്റെ നായകൻ എന്ന് പറയുന്നത് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇപ്പം തൃശ്ശൂർ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ടാവട്ടെ, RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടാവട്ടെ, അൻവറിൻ്റെ വിഷയമാവട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാവട്ടെ, അങ്ങനെ എത്ര വിഷയങ്ങളിലാണ് സർക്കാരിനെ പോലീസ് സംവിധാനം പ്രസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്, പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. അതേ രീതി തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുമെന്നുള്ളൊരു ഭയം സർക്കാരിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
അങ്ങനെയാണ് ജോർജിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം ചർച്ചയാവുകയാണ്. കാരണം ഇവിടെ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെ പ്രസംഗം നടത്തിയതിന് സുരേന്ദ്രനെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. ശശികലയ്ക്കെതിരെ കേസ് നിൽക്കുന്നുണ്ട്. ശബരിമലയിൽ പോലീസിന്റെ കോളാമ്പി എടുത്തുകൊണ്ട് ആളുകളെ നിയന്ത്രിച്ചത് RSSന്റെ നേതാവായ വത്സൻ തില്ലങ്കേരിയാണ്. ഇവർക്ക് ആർക്കും എതിരെ കേസുകൾ പല ഘട്ടങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരെ ആരെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ഗൗരവം കാണിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ സംഘപരിവാറിന്റെ ആളുകൾ അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാർക്കെതിരെ പോലീസിന് അനങ്ങാപ്പാറ നയമാണെന്നൊരു ചർച്ച പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾക്കും കഴിഞ്ഞ. അങ്ങനെയാണ് ഗതിയില്ലാതെ മറ്റ് മാർഗങ്ങളില്ലാതെ ജോർജിനെ ഒടുവിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. PC ജോർജിന് പക്ഷെ സ്വന്തം പാർട്ടിയിൽ പോലും നിലനിൽപ്പ്, ഇപ്പൊ BJP പോലും ഒരു നിലനിൽപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം BJP ദേശീയ നേതൃത്വത്തിന് പിന്തുണയ്ക്കായിട്ട് വിളിച്ചു. അപ്പൊ സംസ്ഥാന നേതൃത്വത്തോട് പിന്തുണ ആവശ്യപ്പെട്ടു. പക്ഷെ സംസ്ഥാന നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല. അപ്പോ ഇനിയുള്ള PC ജോർജിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് കരുതുന്നത്? അത് ഗ്രീഷ്മ, ഇപ്പം കേരളത്തില് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ BJPയുടെ ഒരു നിലപാടല്ല കേരളത്തിലെ BJPയുടെ നിലപാട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പരിപൂർണമായിട്ടും വർഗീയ സ്വഭാവമാണ് BJP പിന്തുടരുന്നുണ്ടെങ്കിലും ഇവിടെ അതൊരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുകയാണ് BJP. അതായത് കൃത്യമായിട്ട് തങ്ങൾ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം മാത്രമാണ്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് കൃത്യമായി BJP ഇവിടെ പറഞ്ഞു വെക്കുന്നില്ല. കാരണം കേരളത്തിൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം പ്രായോഗികമല്ല. കേരളത്തിൽ അവരതെങ്ങനെയാണ്, അവരൊരു വർഗീയതയെയും ഏകാധിപത്യത്തെയും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെയൊക്കെ ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് അവരവിടെ അവതരിപ്പിക്കുന്നത്. തങ്ങളെല്ലാം വിഭാഗം ആളുകളുടെയും സംരക്ഷകരാണെന്നൊരു മേനി പറച്ചിൽ സംസ്ഥാനത്തെ BJPക്ക് ഉണ്ട്. അത്തരത്തിലുള്ളൊരു മേനി പറച്ചിലിനിടയിൽ തങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ നിൽക്കുന്നു എന്നുള്ളൊരു ചർച്ച സമൂഹത്തിൽ വരുന്നത് വലിയ അപകടമാണെന്ന തിരിച്ചറിവ് BJPക്കുണ്ട്. അതുകൊണ്ടാണ് വളരെ തീക്ഷ്ണമായ സംഘപരിവാർ RSSനുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ആളുകൾ പോലും BJP നയിക്കുന്ന കാലത്ത് പോലും സംസ്ഥാനത്ത് വല്ലാത്തങ്ങ് വർഗീയത നേരിട്ട് പറയുവാനൊന്നും BJP ധൈര്യം കാട്ടിയിട്ടില്ല. ആ ധൈര്യം കാട്ടാത്തതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം ഇവിടെ ഏതെങ്കിലും വർഗീയത ഉച്ചത്തിൽ പറഞ്ഞാൽ ഒരിക്കലും അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഇവിടുത്തെ BJPക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ജോർജ് ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം പറഞ്ഞു പോകുമ്പോൾ അത് BJPക്ക് ഗുണമല്ല, ദോഷമാണെന്നുള്ള കാര്യം അവിടുത്തെ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. ആ തിരിച്ചറിവാണ് ജോർജിനെ തൽക്കാലം കൊള്ളണ്ട, തള്ളിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് BJP എത്തിച്ചത്. അതേസമയം ദേശീയ നേതൃത്വം വേണമെങ്കിൽ ജോർജിന് പിന്തുണ കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്കറിയാം, ഇപ്പം ന്യൂനപക്ഷ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ട് BJP വളരെ വലിയ തോതിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ BJP വലിയ ശ്രമങ്ങൾ നടത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസിന് നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. ദേവാലയങ്ങൾ BJPയുടെ നേതാക്കന്മാർ സന്ദർശിക്കുകയാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള മലയാളി കൂടിയായ ജോർജ് കുര്യനെ മന്ത്രിസഭയിലേക്ക് സർക്കാർ ഉൾപ്പെടുത്തുകയാണ്. അത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ എല്ലാ നീക്കങ്ങളും BJP ആവർത്തിച്ച് നടക്കുന്ന ഒരു കാലത്താണ് ജോർജ് ഇത്തരത്തിലൊരു പരാമർശം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹത്തെ തള്ളാമെങ്കിൽ ദേശീയ നേതൃത്വം അദ്ദേഹത്തെ കൊള്ളാനുള്ള സാധ്യതയാണ് കാണുന്നത്. BJP തന്നെ PC ജോർജ് തുടരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇനി തിരിച്ച് വീണ്ടും താനായിരുന്ന പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നാൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും അതിനെ കാണാൻ? കേരള കോൺഗ്രസിലേക്ക് അത്തരത്തിൽ ജോർജ് ഇനി വന്നു കഴിഞ്ഞാൽ ജോർജിനെ ഉൾക്കൊള്ളുമോ എന്നുള്ളത് സംശയകരമാണ്. കാരണം ജോർജ് ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു വർഗീയതയുടെ അല്ലെങ്കിൽ ഒരു വായി തോന്നുന്ന എന്തും ആരോടും പറയുന്ന ഒരു ആളാണെന്നുള്ളൊരു രീതിയിലേക്ക് ജോർജ് പൊതുസമൂഹത്തിൽ മാറിയിരിക്കുന്നു. അതൊരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഇനി PC ജോർജിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു എൻട്രി ഇല്ലെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോഴും ജോർജ് എന്ന PC ജോർജ് എന്ന നേതാവ് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. KM മാണി കേരളത്തിൽ തിളങ്ങി നിന്നിരുന്ന കാലത്ത് മാണിക്കൊപ്പം തന്നെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വേദികളിലും കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ വേദികളും ഉറച്ച നിലപാടുകളും വ്യക്തമായ കാഴ്ചപ്പാടുകളുമായിട്ട് ജോർജും നടന്നു നീങ്ങിയ ഒരാൾ തന്നെയാണ്. അവിടെ നിന്ന് എവിടെയാണ് ജോർജിന് വ്യതിയാനം സംഭവിച്ചതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സംഘപരിവാർ ബന്ധം താൻ BJPയിലേക്ക് കടന്നുപോയത് ജോർജ് ഒരിക്കൽ കൂടി പുനഃപരിശോധിക്കേണ്ട ഒന്നായിരുന്നു. അന്ന് മറ്റൊരു നിലപാടായിരുന്നു ജോർജ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ ജോർജ് ഇന്ന് നിലനിൽക്കുമായിരുന്നു. അതിനപ്പുറത്തേക്ക് താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം BJPയിലേക്ക്. എന്നാൽ അത് സാധ്യമായോ? അതുമില്ല. പത്തനംതിട്ടയിലേക്ക് കഴിഞ്ഞ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് ജോർജ് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആരെയാണ് സ്ഥാനാർത്ഥിയാക്കിയെന്ന് നമ്മൾ കണ്ടതാണ്. എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിൽ BJP രംഗത്തിറക്കിയത്. ജോർജിനെ അവിടെയും തേച്ച അവസ്ഥയാണ് ഉണ്ടായത്. അത്തരത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട് തന്നെ ജോർജിന് ക്ഷീണങ്ങളല്ലാതെ യാതൊരു ഗുണങ്ങളും ഉണ്ടായില്ലെന്നതാണ് വാസ്തവം. PC ജോർജ് മാറി നിന്നാൽ മകൻ ഷോൺ ജോർജിന് ഒരു സാധ്യതയുണ്ട്. PC ജോർജുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഷോൺ ജോർജിന് വലിയ സ്വീകാര്യത അടുത്തിടെ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഷോൺ ജോർജിന്റെ ഒരു രാഷ്ട്രീയത്തെ നോക്കി കാണുന്നത്? ഷോൺ PC ജോർജിനെ പോലെയല്ല എവിടെയും കയറി അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വിടുവായിത്തരം പറയുന്ന ഒരാളൊന്നുമല്ല. കൃത്യമായിട്ട് വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ കണ്ട സമീപകാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേസിലും അന്വേഷണത്തിലുമൊക്കെ അതിന് മുൻനിരയിൽ നിന്നുകൊണ്ട് പടപൊരുതിയ ആൾ ഷോൺ ജോർജ് തന്നെയാണ്. ഷോണിൻ്റെ നിയമ നടപടികളാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും മകളെയൊക്കെ ഒരവസ്ഥയിൽ പ്രതിരോധത്തിൽ പോലും ആക്കിയത്. അത്രമേൽ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ശേഷിയുള്ള ഒരാളാണ് ഷോൺ. ഇപ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. കൃത്യമായ വോട്ട് ബാങ്ക് തനിക്കൊപ്പം നിർത്തുവാൻ കഴിവുള്ള, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയുന്ന അത്രമേൽ സ്വീകാര്യതയുള്ള ഒരാളാണ് ഷോൺ ജോർജ്. PC-യെയും ഷോണിനെയും തമ്മിൽ താരതമ്യപ്പെടുന്നത് തന്നെ ഒരു നീതികേടാണ്. അത്രമേൽ മികച്ച അല്ലെങ്കിൽ വിഷയങ്ങൾ. പക്ഷെ അപ്പോഴും BJP-യുടെ പാളയത്തിൽ നിന്നും ഷോൺ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് ഏത് വിധത്തിലാണ് ഗുണം ചെയ്യുക എന്നറിയില്ല. മറിച്ച് ഷോൺ തിരികെ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഷോൺ പറയുന്ന രാഷ്ട്രീയത്തെ കൃത്യമായി ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷ. ഒരുപക്ഷെ വലിയ വിജയത്തിലേക്ക് ഷോണിനെത്താനും കഴിയുമെന്നാണ് തോന്നുന്നത്. സ്വന്തം നാവുകൊണ്ടാണ് PC ജോർജ് അഴിക്കുള്ളിലേക്ക് പോകുന്നത്. ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ PC ജോർജിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.